തസ്കിയ 150. വലൗ ഫഖാറക ലൈസുൽ ഫഖ്രി യഹ്ളിമുഹാ ഫഖും ഇലൈഹി ബിറുംഹി സ്വബ്രി യൻഹസിമു വസ്സബ്റു ഖദ് ഫറ മിൻഹുൽ ഫഖ്റു മുൻസജിറാ കമാ യകുറു ബിഹൈസു സ്വബ്റു യൻഅദിമു. വലൗ ഫഖാറക ലൈസുൽ ഫഖ്രി യഹ്ളിമുഹ. ദാരിദ്ര്യം എന്ന സിംഹം നിന്റെ നട്ടെല്ല് ഒടിച്ചു കളയുകയാണെങ്കിൽ ഫഖും ഇലൈഹി ബിറുംഹി സ്വബ്ർ, ക്ഷമ എന്ന കുന്തമുനയുമായി നീ ആ ദാരിദ്ര്യത്തിലേക്ക് ചാടി എഴുന്നേറ്റോ. എന്നാൽ യൻഹസിമു, ആ ദാരിദ്ര്യം ഓടിപ്പോകും. ദാരിദ്ര്യം പിടിച്ച് വളരെ വിഷമിക്കുന്ന സമയത്ത് ആ ദാരിദ്ര്യത്തെ കവച്ചു വെച്ചുകൊണ്ട് അതിനെ അതിജയിക്കാനുള്ള വഴിയെന്താ? ക്ഷമ എന്ന കുന്തമാകുന്നു, ചാട്ടുളിയാകുന്നു. ദാരിദ്ര്യം ഒരു സിംഹമായി സങ്കല്പിക്കുക. ആ സിംഹം നിന്നിലേക്ക് ചാടി വരുന്നു നിൻ്റെ നട്ടലൊടിക്കാൻ വേണ്ടി. ആ സമയത്ത് നല്ല കുന്തം കൊണ്ട് നീ അതിനെ കുത്തി മലർത്തിയാൽ നിനക്ക് രക്ഷപ്പെടാവുന്നത് പോലെ ക്ഷമയെന്ന കുന്തം ഉപയോഗപ്പെടുത്തിയിട്ട് ദാരിദ്ര്യം എന്ന സിംഹത്തെ നീ കുത്തി മലർത്തിക്കോ. എന്നാൽ അത് ഓടിപ്പോകും, നിനക്ക് രക്ഷപ്പെടാൻ കഴിയും. വസ്സബ്റു ഖദ് ഫറ മിൻഹുൽ ഫഖ്റു മുൻസജിറ. ക്ഷമയുണ്ടെങ്കിൽ ആ ക്ഷമിക്കുന്ന ആളിൽ നിന്ന് ദാരിദ്ര്യം പിന്മാറും, ഓടിക്കളയും. കമാ യകുറു ബിഹൈസു സ്വബ്റു യൻഅദിമു. ക്ഷമയില്ലാതിരുന്നാലോ ദാരിദ്ര്യം വീണ്ടും നിന്നിലേക്ക് ചാടി വീഴും. ഇതുപോലെ ക്ഷമയുണ്ടെങ്കിൽ ദാരിദ്ര്യം നിന്നിൽ നിന്ന് ഒളിച്ചോടിപ്പോവുകയും വഴിമാറിപ്പോവുകയും ചെയ്യും. സാമ്പത്തികമായ പരാധീനത അനുഭവിക്കുന്ന സമയത്ത് ധാരാളം മക്കളുണ്ട്, ജോലിയില്ല, വരുമാനമുള്ള സമ്പത്തുകളൊന്നുമില്ലാതെ കഷ്ടപ്പെടുന്ന സമയം മാന്യമായി ജീവിക്കുകയും ശക്തമായ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്താൽ ആ ദാരിദ്ര്യം കൊണ്ടുണ്ടാകുന്ന മാനസിക പീഡനത്തെ മറികടക്കാൻ കഴിയുമെന്ന ഉപദേശം മഹാനായ ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി സമർത്ഥിക്കുന്നുണ്ട്. അള്ളാഹുവിന് വേണ്ടി ത്വാഅത്ത് ചെയ്യാൻ ക്ഷമ വേണം. ആ ക്ഷമക്ക് പ്രതിഫലം 300 ആണ്. എന്നാൽ അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളെ ചെയ്യാതിരിക്കാൻ അതിനും നല്ല ക്ഷമ വേണം. അതിന് പ്രതിഫലം 300ഉം 300ഉം 600 പ്രതിഫലമാണ്. എന്നാൽ അതിനേക്കാൾ ക്ഷമ ആവശ്യമാണ് ഫഖർ പോലെയുള്ള മുസീബത്തുകൾ മനുഷ്യനെ പിടികൂടുന്ന സമയം. ആ സമയത്ത് അവൻ ക്ഷമിക്കുന്നുവെങ്കിൽ അവന് കിട്ടുന്നത് 100ഉം കൂടെ കൂട്ടി 700 പ്രതിഫലമാണ്. അദ്ദേഹം തൻ്റെ മുകാശഫത്തുൽ ഖുലൂബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ക്ഷമയാണ് മനുഷ്യനെ പിടിച്ചു നിർത്തുന്ന വളരെ സുപ്രധാനമായ സവിശേഷ ഗുണം. ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവരോട് കൂടെയാണ് അള്ളാഹു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്നത് മനുഷ്യനെ കുഫ്രിയത്തിലേക്ക് നയിക്കുന്ന ഒരു വലിയ സംഭവമാണ്. ആത്മഹത്യയിലേക്ക് ചെന്നെത്തിക്കുന്ന ഒരു ദുരന്ത സ്വഭാവമാണ്. ആ ദാരിദ്ര്യത്തിന് കീഴടങ്ങിപ്പോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ പരാജയമായിരിക്കും. ദാരിദ്ര്യത്തെ കീഴടക്കിയിട്ട് അതൊക്കെ ദുന്യാവിലെ സ്വാഭാവികമായ പ്രതിസന്ധിയാണ് എന്ന് മനസ്സിലാക്കി നല്ല ഉറച്ച ഈമാനും ക്ഷമയുമുണ്ടെങ്കിൽ അവന് രക്ഷപ്പെടാൻ കഴിയും. അതുകൊണ്ട് തന്നെ ക്ഷമയിലൂടെ
ദാരിദ്ര്യത്തെ കീഴടക്കിയിട്ട് ജീവിതം വിജയപ്രദമാക്കണം എന്ന മനഃശാസ്ത്രപരമായ സമീപനം ഉദാഹരണത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ് ഈ 2 വരികളിലൂടെ. വലോ ഫക്കാറക്ക ലൈസുൽ ഫക്കിറിയ ഹലിമുഹ, ദാരിദ്ര്യമെന്ന സിംഹം നിൻ്റെ മുതുകൊടിക്കാൻ വരുമ്പോൾ ഫക്കുമ്മിലേഹി ബിറോഹി സബിറിയൻ ഹസിമു, ക്ഷമയാകുന്ന കുന്തവുമായി നീ എഴുന്നേറ്റോ, എന്നാൽ അത് ഓടിപ്പോയിക്കൊള്ളും. വസ്സബുർ കദ് ഫർറമിൻഹുൽ ഫക്രു മുൻസജിറ, നന്നായി ക്ഷമിച്ചാൽ ആ ദാരിദ്ര്യം പിന്മാറുമെങ്കിൽ കമായക്കുറു ബിഹൈസു സബുറു എൻ അതിമു, ക്ഷമയില്ലാതിരുന്നാൽ ദാരിദ്ര്യം നിന്നിലേക്ക് തന്നെ ചാടി വീഴുകയും നിന്നെ കീഴടക്കുകയും ചെയ്യും. അവ ക്ഷമ എന്ന സൽഗുണം അത് പരിശീലിപ്പിച്ചെടുക്കേണ്ട ഒരാത്മഗുണമാണ്. പെട്ടെന്ന് സുപ്രഭാതത്തിൽ ക്ഷമ ഉണ്ടാവില്ല, നന്നായി പരിശീലിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് പൂർവ്വകാല മഹാരഥന്മാരൊക്കെ ക്ഷമിക്കാൻ പഠിക്കുന്നതിന് വേണ്ടി അവരത്യധ്വാനികളായത് എന്ന് നാം ഓർക്കേണ്ടതാണ്.